ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെ തുടങ്ങിയ ഒരു ദിവസമായിരുന്നു നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീട്ടിലെ വിരുന്നുകാർ വന്നതും പുറത്തു പോയതും രുചികരമായ ഭക്ഷണം കഴിച്ചതുമായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ലോഗില്. അങ്ങനെ നല്ല സന്തോഷത്തോടെയുള്ള ഒരു ദിവസമായിരുന്നു. അതിനിടയിലാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. കാരണം ആശുപത്രിയിൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് വീട്ടിലേക്ക് താത്തമാരെ കുട്ടികളെ വിരുന്ന് വന്ന ദിവസമായിരുന്നു കേട്ടോ. ഒരിക്കൽ നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കഴിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു വെച്ചാൽ ഓല് വരുമ്പോൾ കൊടുക്കാൻ സുഖമാണല്ലോ. അതുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനി വരാനുള്ളത് ഒരു താത്താന്റെ കുട്ടിയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഒരു മഗ്‌രിബ് നിസ്കരിച്ചിട്ടാ വരികയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ജ്യൂസ് അടിച്ചു വെച്ചാൽ പിന്നെ ഓരോടൊക്കെ കുറച്ച് സമയമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാലോ എഴുതിക്കാണ്ട് ജ്യൂസൊക്കെ അടിച്ചു വെച്ചപ്പോഴേക്കും ഓര് വന്നു കേട്ടോ. ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ക്ലിപ്പൊക്കെ ഇങ്ങനെ എടുത്തോണ്ടേ നിങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ ഓള് ഇങ്ങനെ എടുക്കുന്നോണ്ട് ഞാൻ ഇനി മതി നിർത്തിക്കാളേന്നൊന്നും പറഞ്ഞിട്ട് നിർത്തുന്നില്ല കേട്ടോ. ഞങ്ങള് പിന്നെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്ന് കേറുമ്പോഴേ ഞങ്ങള് സംസാരം തുടങ്ങും, പിന്നെ നിർത്തൂല കേട്ടോ. അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ പിന്നെ ഓര് വന്ന് കേറുന്നുണ്ട്. കുട്ടിക്ക് 4 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. കുട്ടിയൊക്കെ ചെറുതാണ്. പിന്നെ എന്താണ് നെറ്റ് ഇങ്ങനെ പൊന്തിച്ചൊക്കെ കൊടുക്കുമ്പോ ഒരു പറയാണ് ഇതെന്താ നെറ്റൊക്കെ കെട്ടിയിട്ടിക്കണേന്ന്. നായ്ക്കളെ ശല്യം കൊണ്ട് നെറ്റൊന്നും അയച്ചിടാൻ പറ്റൂല കേട്ടോ. അപ്പൊ നെറ്റൊക്കെ ഇങ്ങനെ എപ്പോഴും കെട്ടിയിടുന്നതാണ്. അതായിട്ട് എനിക്ക് കഴിച്ചാൽ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് പൊന്തിച്ചുകാണ്ട് കയറിക്കളി പറഞ്ഞിട്ട് കയറ്റാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓര് വന്ന് നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം താത്താന്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നോന്ന്. ഓളും പിന്നെ എന്റെ മോളും കൂടി ഭയങ്കര കളിയിലാണ്. ഓള് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഓളിങ്ങനെ അവിടേക്ക് പോയി നോക്കാണ് കേട്ടോ എന്താ പണിന്നൊക്കെ. ഒന്ന് ചെറിയ കുട്ടികളതാണല്ലോ. പണ്ട് നിങ്ങൾ കളിയാക്കിയിരുന്നു ഓളെ. പണ്ട് എന്നൊക്കെ പറയുമ്പോ ഓള് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കേ കാര്യം. പിന്നെ കാര്യമായിട്ട് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇപ്പൊ ഓള് വന്നപ്പോ ഞങ്ങൾ പറയുന്നത് വെറും തള്ള വൈബ് അയക്കണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിന്റെ തൊട്ടിത്തുണി ഡ്രസ്സുകള് വന്നേക്കന്നെ കുട്ടീന്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കല്, പമ്പേഴ്സ് മാറ്റി കൊടുക്കല്, അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികൾക്ക് ഓൾ ഇങ്ങനെ നിന്നപ്പോ ഞാൻ ഇതെടുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാ പിന്നെ അവിടെ ഇരുന്ന് സംസാരത്തിന് ഇരിക്കലാണ്. അങ്ങനെ പിന്നെന്ന് പറഞ്ഞാൽ ഓൻ വന്ന് ഫുഡൊന്നും അതിനകത്തും കഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് കഴിച്ചിട്ട് പോയി. പിന്നെന്ന് പറയുമ്പോ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ നമുക്ക് ഇങ്ങനെ എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. കാരണം വെച്ചാൽ വീഡിയോയിൽ ക്ലിപ്പ് കിട്ടണമെന്നില്ല. കാരണം നമുക്ക് ഫുഡ് കൊടുക്കണ തിരക്കും വെള്ളം കൊടുക്കണ തിരക്കും ഒക്കെ ആവുമല്ലോ. പിന്നെ ഓർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ ഭാഗം കിട്ടിയെന്നല്ലാതെ വെള്ളം കൊടുക്കണമൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഓര് വന്ന് പോയി കുട്ടികളൊക്കെ ഓർക്കിയതിനൊക്കെ ശേഷം മോളെ കുട്ടി ചെറിയ കുട്ടീനൊക്കെ ഞങ്ങളെ ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങളെ സമയം ഒരു 11 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്താണ് ഞങ്ങള് വന്ന് നോക്കിയപ്പോഴും ഇവർക്ക് 2 പേർക്കും ഉറങ്ങാനൊന്നും ആയിട്ടില്ല കേട്ടോ. കളിച്ചോണ്ടിരിക്കാണ്. തെറ്റാണ്. ഇപ്പൊ ഒരാൾ തെറ്റിക്കണം. എന്റെ മോള് തെറ്റി താഴെ പോയി നിൽക്കണം. കൊടക്ക് വേണ്ടിയിട്ട് എന്തിനാണ് തെറ്റിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ പറയുന്നത് എന്തിനാ തെറ്റിയതെന്ന് ചോദിക്കുമ്പോ ഒരാൾ പറയണേ എനിക്ക് കൊട തരുന്നില്ല, മറ്റേ പറയണേ എനിക്ക് എന്തേലും കളിപ്പാട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും അതന്നെ വേണം കേട്ടോ. അങ്ങനെയൊക്കെ കുട്ടികളാണല്ലോ. ഓൽക്ക് അതും ഓൽക്കൊരു കളി തന്നെയാണ്. നമുക്കത് കാണാൻ നമുക്കൊരു കളിയാണ്. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ. കാരണം ഈ കൊടക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ രണ്ടാൾക്കും തല്ല്. എന്റെ മോള് ഓക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ കൊടുക്കാതെ കൂല കൊടുത്തോല് പിന്നെ പോയി തിരിച്ച് താഴെ പോയി കുത്തിറക്കിയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഓലെ കളി തകൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് കളിപ്പാട്ടങ്ങളും ഓല് വലിച്ചിട്ടിട്ട് റൂമാണെങ്കിലും ഉണ്ട്. റൂം തൊട്ട് ഡൈനിങ് ഹാൾ തൊട്ട് എല്ലായിടത്തും ഓലെ കളിപ്പാട്ടങ്ങളെ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഒരു പൂതി മോമോസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്കൊക്കെ ഒന്ന് പുറത്ത് പോകാൻ എഴുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോയതാട്ടോ. കുട്ടികൾക്ക് കുറച്ചു നേരം കളിക്കാന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെയാ പോവാണ്. ഇവൾക്ക് രണ്ടാൾക്കും കുറച്ച് സമയം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി. പോന്നപ്പോ പിന്നെ ഞങ്ങള് മോമോസും പാനിപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുന്നത്. വീട്ടിലേക്ക് എത്തി എന്താണ് കുറച്ചൊക്കെ സമയമായപ്പോ എത്തിക്കണം. 2:15 ആയിട്ടില്ലേ വീട്ടിലേക്ക് എത്തുമ്പോ. പക്ഷെ എന്റെ താത്താന്റെ മോളെ കുട്ടീൻ്റെ ചെറുതോളോ അത് ഉറങ്ങേ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഓള് പറയാണ് ഇനി ഇതാക്ക നിങ്ങളും കളിച്ചു കുത്തിർന്നോളീന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കളിച്ചു കുത്തിർക്കുന്നിടയിൽ ഈ മക്കളും ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്റെ മോളും താത്താനും മറ്റേ കുട്ടിയൊന്നും ഉറങ്ങിയിട്ടില്ല. ഓല് ഡോക്ടറും കുട്ടിയായി കളിക്കാണ്. അങ്ങനെ ഡോക്ടറും കുട്ടിയൊക്കെ കളിച്ച് ലാസ്റ്റ് ഏരിയാലും ഡോക്ടർക്ക് പോകേണ്ട അവസ്ഥയിലും ആയിട്ടോ. രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ നാളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെരി ഫ്ലോപ്പ് ആവും. കാരണം വെച്ചാല്
പാലപ്പം ഉണ്ടാക്കിയതിന്റെ അവസ്ഥയായിട്ട് ഈ കാണുന്നത്. അത് പാലപ്പം അയക്കണു തന്നെ ഉള്ളു. അങ്ങനെ രാവിലെ എണീറ്റ് നല്ല മട്ടത്തില് രാത്രി പുറത്തൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് രാത്രി കെത്തി രാവിലെ നീച്ച കുട്ടിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ താത്താന്റെ കുട്ടിക്ക് എന്താ പനിയും ഛർദിയും ഒക്കെ പാടായിട്ട് ഒക്കെ ഒട്ടും വയ്യാണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പ്ലാൻ ചെയ്തതൊക്കെ അവിടെ ഇതായിട്ട് ഹോസ്പിറ്റലിൽ ആയിട്ടോ, ഗ്ലൂക്കോസ് കയറ്റാനും ഇഞ്ചക്ഷൻ വെക്കാനായിട്ട് ഒരു ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ ഇതാക്കി ഓർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല. എന്റെ മോൾക്കും തന്നെ ഓളില്ലാത്തത് കൊണ്ട് ഭയങ്കര ഇതായിരുന്നു. കളിക്കാൻ ആളില്ല. ഓൾ ഏതായാലും 2 ദിവസത്തിന് വരികയാണല്ലോ. അപ്പൊ ഓക്ക് കളിക്കാൻ ഇനിയും ഓളില്ലേ എന്താ വരാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കണെന്ന് പറഞ്ഞു. ഞാൻ കാക്കാടെ ആക്കിയിട്ടാട്ടോ പോയത് ഹോസ്പിറ്റലിലേക്ക്. ആ പിന്നെ വന്ന് ഓക്ക് കുറെയൊക്കെ ഓക്കെ ആയി, ഇപ്പൊ കളിക്കുന്നുണ്ട്. അതിൽ വെയ്യാണ്ടായി കാണുമ്പോൾ നമുക്ക് സങ്കടാണല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഓർക്ക് രണ്ടാർക്കും പിന്നെ ഇത് കുറേരിക്കഞ്ഞി എന്ന് പറയും, ചെറിയരിന്റെ കഞ്ഞി ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. പനിയാണല്ലോ, അതുകൊണ്ട് പിന്നെ കട്ടിയുള്ള സാധനങ്ങളൊന്നും കൊടുക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഓര് വന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ തിരക്കേട് മറന്നുകൊണു. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.